ദിലീപിന്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായ ഭയം ഭക്തി ബഹുമാനത്തിന് മുകളിൽ പറന്ന് മമ്മൂക്കയുടെ കളങ്കാവൽ. ആദ്യ ദിവസം ഭയം ഭക്തി ബഹുമാനം സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ നിന്ന് നേടിയത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ അഡ്വാൻസ് സെയിൽ റിപ്പോർട്ടുകൾ പ്രകാരം ഭയം ഭക്തി ബഹുമാനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,55,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ഇതേസമയം മമ്മൂക്കയുടെ കളങ്കാവൽ ഡേ 2, അതായത് രണ്ടാം ദിവസത്തെ അഡ്വാൻസ് സെയിലിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ 1,90,00,000 മുകളിലാണ് സ്വന്തമാക്കിയത്. അതോടൊപ്പം റിലീസ് ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഭയം ഭക്തി ബഹുമാനം ഏകദേശം 350 മുകളിലുള്ള തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തത്. ആദ്യ ദിവസം ചിത്രത്തിന്റെ പേരിൽ 2,128 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ 6,47,00,000 രൂപയാണ് നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം. അതേസമയം കളങ്കാവൽ കേരള ബോക്സ് ഓഫീസിൽ റിലീസിനെത്തിയത് 250 തിയേറ്ററുകളിലായിരുന്നു. ആദ്യ ദിവസം 1,520 ഷോകളിൽ നിന്നും കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം 4,41,00,000 രൂപ ചിത്രം സ്വന്തമാക്കിയിരുന്നു. അതായത് കുറഞ്ഞ സ്ക്രീനുകളിൽ നിന്നും ഇമാതിരി ഒരു പ്ലോട്ട് വെച്ച് വളരെ മികച്ചൊരു കളക്ഷനാണ് ചിത്രം ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത്. കൂടാതെ ചിത്രത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലും കേരള ബോക്സ് ഓഫീസിൽ മികച്ചൊരു തിയേറ്റർ കൗണ്ടാണ് കളങ്കാവൽ നിലനിർത്തിയിരിക്കുന്നത്. 187 സ്ക്രീനുകളിലാണ് ചിത്രം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ മലയാളത്തിലേക്ക് DQ തിരിച്ചെത്തുന്ന ചിത്രമാണല്ലോ ഐ ആം ഗെയിം. RDX സിനിമയുടെ സംവിധായകനായ നഹാസ് ഹിദയാത്ത് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഷൂട്ടിംഗ് സെറ്റിലേക്ക് മമ്മൂക്ക വിസിറ്റ് നടത്തിയിരുന്നു. മലയാള സിനിമയിൽ തന്നെ വൻ ഷെഡ്യൂളിൽ തീർക്കുന്ന ചിത്രമാണ് ഐ ആം ഗെയിം. അതോടൊപ്പം ചിത്രത്തിലെ നായികയായ കയാതി ലോഹർ കഴിഞ്ഞ ദിവസമാണ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് ജോയിൻ ചെയ്തത്. ഈ വരുന്ന 2026 ഓണം റിലീസ് ചെയ്യാനാണ് ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.